Good afternoon, all. Good afternoon, ma'am. Okay, good afternoon. നമ്മുടെ ടെൻസ് കംപ്ലീറ്റ് ചെയ്തില്ലേ? അല്ലേ? ടെൻസ് കംപ്ലീറ്റ് ചെയ്തല്ലോ? Yes, ma'am. ഞാൻ കുറച്ച് മലയാളം സെന്റൻസ് തരാം, അതൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യും. ഓക്കെ, റെഡി ആണോ? നിങ്ങൾ ആക്റ്റീവ് ആണോ? പറയൂ, റെഡി ആണോ എല്ലാവരും? Yes, ma'am. പറയുന്ന എഴുതിയെടുക്കോ. Yes, ma'am. ഓക്കെ, എഴുതിക്കോളൂ. ഞാൻ ടി വി കാണുകയാണ്. ഞങ്ങൾ ടി വി കാണുകയാണ്. ഞങ്ങൾ ടി വി കാണുകയാണ്. ടീച്ചർ ഇപ്പൊ പറയണ്ട, ഞാൻ കുറച്ച് സെന്റൻസ് തരാം, അത് ശേഷം ലാസ്റ്റ് പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ, ഞങ്ങൾ ടി വി കാണുകയാണ്. ഫസ്റ്റ് സെന്റൻസ്. ദെൻ സെക്കൻഡ് വൺ, ടീച്ചർ ടോപ്പിക് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ടീച്ചർ ടോപ്പിക് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ടീച്ചർ ടോപ്പിക് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അവൾ ബ്രേക്ക്ഫാസ്റ്റ് പാചകം ചെയ്യും. അവൾ ബ്രേക്ക്ഫാസ്റ്റ് പാചകം ചെയ്യും. അവൾ ബ്രേക്ക്ഫാസ്റ്റ് പാചകം ചെയ്യും. നീ ഒരു പാട്ട് പാടും. നീ ഒരു പാട്ട് പാടും. ഞാൻ ലെറ്റർ എഴുതിയിട്ടുണ്ടാകും. ഞാൻ ഒരു ലെറ്റർ എഴുതിയിട്ടുണ്ടാകും. ഓക്കെ, നീ വരുന്നതിന് മുൻപ് അവൻ ഒരു പിക്ചർ പെയിന്റ് ചെയ്തിട്ടുണ്ടാകും. നീ വരുന്നതിന് മുൻപ്, നീ വീട്ടിൽ വരുന്നതിന് മുൻപ് അവൻ ഒരു പിക്ചർ പെയിന്റ് ചെയ്തിട്ടുണ്ടാകും. അവൻ അവന്റെ വർക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അവൻ അവന്റെ വർക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അവൻ അവന്റെ വർക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അവർ ഫുട്ബോൾ കളിച്ചിട്ടുണ്ട്. അവർ ഫുട്ബോൾ കളിച്ചിട്ടുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് ആരോടും പറഞ്ഞിട്ടില്ല. ഞാൻ അതിനെക്കുറിച്ച് ആരോടും പറഞ്ഞിട്ടില്ല. ഞാൻ അതിനെക്കുറിച്ച് ആരോടും പറഞ്ഞിട്ടില്ല.
പുറപ്പെടുമ്പോൾ നിന്നെ വിളിക്കാം. ഞാൻ പുറപ്പെടുമ്പോ നിന്നെ വിളിക്കാം. ഞാൻ അവനോട് സംസാരിക്കുകയായിരുന്നു. ഞാൻ അവനോട് സംസാരിക്കുകയായിരുന്നു. ഞാൻ അവനോട് സംസാരിക്കുകയായിരുന്നു. അവൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു. അവൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു. അവൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. രാവിലെ മുതൽ ഞാൻ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. രാവിലെ മുതൽ ഞാൻ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെയാണേ. രാവിലെ മുതൽ ഞാൻ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഒന്ന് ട്രാൻസ്ലേറ്റ് തരാം. ഓക്കെ, കിട്ടുന്നുണ്ടോ? എഴുതുന്നുണ്ടോ എല്ലാവരും? കിട്ടുന്നുണ്ട് മാം, എഴുതുന്നുണ്ട്.
കഴിഞ്ഞോ? എന്താണ് കഴിഞ്ഞോ? ടൈം ഒരുപാടായല്ലോ, കുറച്ചല്ലേ ഉള്ളൂ. മാം ഒരു 2 കൂടി ഉണ്ട്. ഓക്കെ, on time.
കഴിഞ്ഞോ? നീ എഴുതുന്നുണ്ടോ? ഈ 2 പേര് ക്ലാസ്സിലുള്ളൂ. മാം ഏറെക്കുറെ എഴുതിയിട്ടുണ്ട്, നോക്കിയാലോ? നോക്കാലോ, പറഞ്ഞോളൂ, ഒന്ന് വായിക്കും. ഒരു മിനിറ്റ്. സ്നേഹ കേട്ടോ? ഓക്കെ, അപ്പൊ വായിക്കൂ, തന്നെ വായിച്ചോളൂ. ഞങ്ങൾ TV കാണുകയാണ്. We are watching TV. ശരിയാണോ? ഏത് ടെൻസാണ്? പ്രസന്റ്, സിമ്പിൾ പ്രസന്റ്. സിമ്പിൾ പ്രസന്റ് അല്ലേ? Present continuous. Present continuous ആണ്. So, we are watching TV. Okay, next. ടീച്ചർ ടോപ്പിക് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ടീച്ചർ എക്സ്പ്ലെയിനിങ് ദ ടോപ്പിക്. ടീച്ചർ ഈസ് explaining the topic. Okay, അത് ടെൻസ് ഏതാണ്? Continuous, present continuous. ന്യൂസ് ആണെന്നോണോ? ന്യൂസ് ആണോ? സിമ്പിൾ പ്രസന്റ്. സിമ്പിൾ പ്രസന്റ് ആണ്. ടീച്ചർ ടോപ്പിക് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. സിമ്പിൾ പ്രസന്റ് ആണ്. അപ്പൊ ഇങ്ങനെ വരാം. ടീച്ചർ എക്സ്പ്ലെയിൻ ദ ടോപ്പിക്. ആണോ എക്സ്പ്ലെയിൻസ് ആണോ? Teacher ടീച്ചർ എന്ന് പറയുന്നത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? singular. അപ്പൊ എന്താ വരാം? Explains the topic. Okay. Teacher explains the topic. Yeah, teacher explains the topic എന്നാ പറയാം. അവൾ ബ്രേക്ക്ഫാസ്റ്റ് പാചകം ചെയ്യും. ഫ്യൂച്ചർ ടെൻസ്. അവൾ ബ്രേക്ക്ഫാസ്റ്റ് പാചകം ചെയ്യും. She will make breakfast. അവൾ ബ്രേക്ക്ഫാസ്റ്റ് പാചകം ചെയ്യും എന്നാണല്ലോ. He will make. ഫ്യൂച്ചർ അല്ലേ? ഏതാണ്? സിമ്പിൾ ഫ്യൂച്ചർ. സിമ്പിൾ ഫ്യൂച്ചർ ആണ്. അപ്പൊ she will make breakfast. മേക്ക് പറയാം, കുക്ക് പറയാം. പാചകം ചെയ്യുക. മേക്ക് പറഞ്ഞ തെറ്റല്ലല്ലോ കേട്ടോ. She will make the breakfast and she will cook the breakfast. Okay, next. നീ ഒരു പാട്ട് പാടും. പാടും. ഫ്യൂച്ചർ സിമ്പിൾ ഫ്യൂച്ചർ തന്നെയല്ലേ? അതെ. അപ്പൊ you will sing a song. Yeah, you will sing a song. Next. അടുത്തത്. ഞാൻ ഒരു ലെറ്റർ എഴുതിയിട്ടുണ്ടാകും. I will have written a letter. I will have written a letter. Correct ആണ്. Correct ആണോ? സ്നേഹ എങ്ങനെയാണോ എഴുതിയത്? I will have ആണോ വരുന്നത്? എഴുതിയിട്ടുണ്ടാകും എന്നല്ലേ? ഫ്യൂച്ചർ അല്ലേ? I will have written a letter. ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ആണ്. Yeah, future perfect ആണ്.
ഇനി അടുത്തത്. നീ വീട്ടിൽ വരുന്നതിന് മുമ്പ് അവൻ പിക്ചർ പെയിന്റ് ചെയ്തിട്ടുണ്ടാകും. എങ്ങനെ പറയാം? He will have painted a picture before you reach home. He will have Painted a picture a picture before you reach home. Before you reach you reach the home. When you reach home. Okay. അവൻ അവന്റെ അടുത്തത് അവൻ അവന്റെ വർക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. He finished his work. He has finished his work. He has finished his work. He has finished his work. Next step. അവർ ഫുട്ബോൾ കളിച്ചിട്ടുണ്ട്. എങ്ങനെ പറയാം? അവർ ഫുട്ബോൾ കളിച്ചിട്ടുണ്ട്. They have played football. They have Played football. Yeah. Next step. ഞാൻ അതിനെക്കുറിച്ച് ആരോടും പറഞ്ഞിട്ടില്ല. ഞാൻ ഇതിനെക്കുറിച്ച് ആരോടും പറഞ്ഞിട്ടില്ല. അതെങ്ങനെയാ വരാം? പറഞ്ഞിട്ടുണ്ട് എന്നാണെങ്കിൽ ഇങ്ങനെ വരും. I have not. I haven't shared anything about. പറഞ്ഞിട്ടില്ല. പറയുക എന്നത് വരും. I have told. I have shared. ാണ്. അപ്പൊ അതിന്റെ പാസ്റ്റ് ടോൾഡ്. ആരോടും എങ്ങനെയാ പറയാ? Anyone. To anyone. അതിനെ കുറിച്ച്. About that. About that to know, about it to know. അപ്പൊ ഇവിടെ പറഞ്ഞിട്ടില്ല എന്നാണ്, നെഗറ്റീവ് ആണ്. അപ്പൊ I haven't told anyone about it. I have told anyone about it. നെക്സ്റ്റ് അടുത്ത പറയൂ. ഞാൻ പുറപ്പെടുമ്പോൾ എന്നെ വിളിക്കാം. അതെങ്ങനെയാ പറയാ? ഞാൻ പോകുമ്പോ നിന്നെ വിളിക്കാം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ? പുറപ്പെടുക, പോകുക എന്നൊരു മീനിങ് ഉണ്ട്. പോകുക ഒരു മീനിങ് വരും. ഒരു വേർഡ് നമ്മൾ യൂസ് ചെയ്യും. അതെന്തായിരിക്കും? I will call you when I will call you when I gone. When I leave. When I leave. Okay, ഇനി അടുത്തത്. I will call you when I leave. ഞാൻ അവനോട് സംസാരിക്കുകയായിരുന്നു. I am talking with him. I was talking.
I was talking to him. Yeah, was talking with him. That's our സംസാരിക്കുകയായിരുന്നു. I was talking with him. Next. അവൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു. അവൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു. She had She went there. Gone there. ഒരിക്കലും ഗോണാണ്. എന്തായാലും ഗോയല്ല. Okay, she had gone there. കാരണം have had ഹാസിനൊക്കെ ശേഷം വീട്ടിൽ പോകുന്നത്. ഓക്കെ. രാവിലെ മുതൽ ഞാൻ ബുക്ക് വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ആണ്. ആണെന്നാണ്. രാവിലെ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. I have been reading a book in the morning. Since morning. Since morning. Since morning. Yeah, since morning ആണ്. അത്രേ ഉള്ളൂ മാം. അത്രേ ഉള്ളൂ. Finish. ശരി. First one, we are watching TV. Next, the teacher explains the topic. She will cook the breakfast. You will sing a song. I will have written a letter. He will have painted a picture before you reach home. He has finished his work. They have played football. I haven't told anyone about it. I will call you when I leave. I was talking with him. She had got there. I have been reading a book since morning. Yes. Okay, ഇതിൽ ആദ്യത്തേക്ക് എത്രണ്ണം കറക്റ്റ് ആയി? ഒരുവിധം കറക്റ്റ് ആയിട്ടുണ്ട് മാം. ചിലത് എത്രണ്ണം മിസ്റ്റേക്ക് അല്ല? I will have. ഞാൻ എഴുതിയിട്ടുണ്ടാകും. 3 തെറ്റായി പോയി. നിങ്ങളില്ലേ എഴുതിയിട്ടുണ്ടാകും, പോയിട്ടുണ്ടാകും എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഹാവ് ഉണ്ട്. ഹാവ് ഹാഡോ ഉണ്ടാകും. പിന്നെ ഏതെങ്കിലും ഏതാണ് ഫ്യൂച്ചർ ആണോ പാസ്റ്റ് ആണോ പ്രസന്റ് ആണോ എന്ന് മാത്രം തുണ്ട് തുണ്ട് എന്നൊക്കെ പറയുമ്പോൾ പകുതി ഹാവ് ഹാസ് എ ഹാഡ് ഒക്കെ വരും. മനസ്സിലായോ? തുണ്ട് ഇനി ഉണ്ടായിരുന്നില്ല, പോയിട്ടുണ്ടായിരുന്നില്ല, പോയിട്ടുണ്ടാകും, ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയുമ്പോ ആ ഒരു ഇതുണ്ട്. ഹാവ് ഹാസ് ഹാഡ് അതാണ്. മനസ്സിലായോ? അതിലാണ് കൺഫ്യൂഷൻ വരുന്നത്. ഓക്കെ. ഇനി നിങ്ങൾ കുറച്ച് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ നമ്മൾ കുറച്ച് പേരുണ്ടല്ലോ. സഹല, ഫർസാന, സുമി. 3 പേര് എഴുതിയിരുന്നോ എന്തെങ്കിലും? കേൾക്കുന്നുണ്ടോ? സുമി ആൽബർട്ട്, ഫർസാന ഹബീബ്, സഹല ജുസിയൽ. ക്ലാസ്സിലുണ്ടോ? ഉണ്ട് മാം. ഞാൻ ഹോസ്പിറ്റലിലാണ്, അതാണ് എഴുതാൻ പറ്റിയിട്ടില്ല. ഓക്കെ ഫർസാന. ബാക്കി ആരെങ്കിലും എഴുതിയിരുന്നോ? സഹല എഴുതിയിരുന്നോ? പ്രത്യേകിച്ച് റെസ്പോൺസ് ഒന്നുമില്ല. ഓക്കെ, നിങ്ങൾക്ക് ഇൻഫർമേഷൻ എന്തെങ്കിലും വന്നിരുന്നോ? ക്ലാസ് ഇൻഫർമേഷൻ വന്നിരുന്നോ ഇവിടുന്ന്? ക്ലാസിന്റെ കാര്യം പറഞ്ഞ്? ഇല്ലല്ലോ. ഇല്ല മാം. ഓക്കെ, മൺഡേ മുതല് നിങ്ങളുടെ ഈ ഒരു ബാച്ച്, നിങ്ങളുടെ ഈ ബാച്ചിന്റെ കൂട്ടത്തിന് വേറൊരു ബാച്ചും കൂടെ ഉണ്ട്. ബി ബാച്ച് അല്ലേ, ഒരു എ ബാച്ചും കൂടി ഉണ്ട്. അപ്പോ ഈ മൺഡേ മുതൽ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചായിരിക്കും ക്ലാസ് എടുക്കുക. ഓക്കെ, ഇനി രണ്ടുപേർക്ക് ഒരുമിച്ചാണ് ക്ലാസ് എടുക്കാം. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾക്ക് ടെൻസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പക്ഷെ എ ബാച്ചില് ടെൻസ് ഇന്ന് കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. സോ ചിലപ്പോ ഈ സെയിം മലയാളം സെന്റൻസ് തന്നെ ചിലപ്പോ ഞാൻ അടുത്ത ക്ലാസ്സിൽ എടുത്തുകൊണ്ട് വരും കേട്ടോ. ഓക്കെ, കാരണം അവര് കിട്ടിയിട്ടില്ല. ഇംഗ്ലീഷ് മാത്രമേ ഉള്ളൂ? എന്തോ ഇംഗ്ലീഷ് മാത്രമേ ഉള്ളൂ വേറെ ബാച്ചും കൂടെ, അതോ ഫുൾ ആയിട്ടുണ്ടോ? എല്ലാ സബ്ജക്റ്റും ഒരുമിച്ചാണ്. മൺഡേ മുതൽ ഒരുമിച്ചാണ് ക്ലാസ് വരും.
ഇത് ഇപ്പൊ മറ്റു ക്ലാസ് ആണെങ്കിൽ എനിക്ക് അറിയില്ല, പോർഷൻസ് ഒരേപോലെയാണ് പോകുന്നതെങ്കിൽ കുഴപ്പമില്ല. ചിലപ്പോ നിങ്ങൾ കുറച്ച് മുന്നേ പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും, കാരണം ആ പോർഷൻസ് കഴിയാണ്ട് ഒപ്പത്തണ്ടേ. ഓക്കെ Okay, ma'am. Okay. കുറച്ച് നമുക്കൊന്ന് സംസാരിച്ചാലോ? റെഡിയാണോ നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട്? റെഡിയാണോ? Yes, ma'am. Yes, ma'am. റെഡിയാ? ഓക്കെ, ഒരു കാര്യം ചെയ്യാം. Talking about your English, okay? Then but you feel any problem you faced when you speak in English? Tell me about it, okay? You face any problem when you any problem, any issues when you speak English? അല്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളോട് പറയാണ് സംസാരിക്കാൻ പറയുമ്പോൾ നിങ്ങൾ ഫേസ് ചെയ്യുന്ന നിങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ്? വൊക്കാബുലറി ഒരു പ്രോബ്ലം തന്നെയാണ് മാം. വൊക്കാബുലറി ഇംഗ്ലീഷ് പറയണം. മേജർ പ്രോബ്ലം ഈസ് വൊക്കാബുലറി, lack of vocabulary. Lack of vocabulary, okay? Any other problem? Sometimes tense, confused about tense. Please say about that. Okay. Then I can write many words, many sentences, but I think I can't speak same time. I can write, I can read, like I can write, so I can read, okay? Yes. I know English, but then I can understand English, but Yes. I I can't speak. That's everybody's problem. Mhm. Speaking problem based on all students. Okay. Then Ma'am, lack of confidence. Lack of confidence. Yeah. Okay. Then when I started to speak English, I faced sudden stuck. Like sudden stuck, busy and then you can't continue the next sentence. ശരിയാണോ? Yes, ma'am. അതെന്തുകൊണ്ടാണ് സ്റ്റക്ക് വരുന്നത്? നിങ്ങൾ എങ്ങനെയോ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ശ്രമിക്കുന്ന ടൈമില് ഒരു സ്റ്റക്ക് വരുന്നുണ്ട്, ഒന്നൊരു സ്റ്റോപ്പ് വരും, പിന്നെ അങ്ങനെ പോകില്ല, അല്ലേ? Yes, ma'am. Yes, exactly, ma'am. അത് എന്തുകൊണ്ടാണെന്ന് അറിയൂ? എന്റെ റീസൺ നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് എനിക്ക് അങ്ങനെ പറ്റുന്നത്? Fear. Talking fear. എനിക്ക് അറിയില്ല എന്നൊരു ഈഗോ അല്ല, ചമ്മലാണ്. തീർച്ച അറിയില്ല എന്നൊരു ഉള്ളിലുണ്ട്. ഇനി പറഞ്ഞാൽ തെറ്റിപ്പോകുമോ എന്നൊരു സാധനവും ഉണ്ട്. ഇനി ഒരു പേടിയുണ്ട്, ഒരു ടെൻഷനുണ്ട്. ഇതൊക്കെ വന്നാൽ തന്നെ വരാനിരിക്കുന്ന ഇംഗ്ലീഷ് പോലും തിരിച്ചു കേൾക്കും. മനസ്സിലായോ? Confusion in English grammar, ma'am. ഓക്കെ, ഗ്രാമർ ഏകദേശം ടെൻസ് ഏകദേശം സെറ്റാണ്, പക്ഷെ നല്ലോണം പ്രാക്ടീസ് ചെയ്യാനുണ്ട്. Yes, ഓക്കെ, ma'am. കോൺഫിഡൻസ് വരണമെങ്കിൽ സംസാരിക്കണം കേട്ടോ. എന്നോട് മലയാളത്തിലായാലും നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് സംസാരിക്കും. എന്തൊക്കെയാണ് ഇഷ്യൂസ് നിങ്ങൾ എന്നെ ഇപ്പൊ ഫ്രണ്ട് ആയിട്ട് കണ്ടാലും മതി, ഒരു ടീച്ചറായിട്ട് കാണണമെന്നില്ല, ഒരു ഫ്രണ്ട് ആയിട്ട് കാണാം. ഇനി അടുത്ത ബാച്ചും കൂടെ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സംസാരിക്കാനുള്ള സ്പേസ് കിട്ടുന്നില്ല എന്നോർത്ത് ആ ഒരു ബുദ്ധിമുട്ടൊന്നും വേണ്ട. എന്തുണ്ടെങ്കിലും നിങ്ങൾ ഓപ്പൺ ആയിട്ട് സംസാരിക്കാം, ക്ലാസ്സിൽ സംസാരിക്കാം. ഓക്കെ, എന്തെങ്കിലും ചോദിക്കാം, എന്ത് വേണമെങ്കിലും പറയാം. മിസ് എനിക്കത് മനസ്സിലാവുന്നില്ല മിസ്സേ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പ്രോബ്ലം ആണ് ഞാൻ ഫേസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ നിങ്ങളുടെ പ്രശ്നം എന്നുള്ളത് നിങ്ങൾക്ക് വൊക്കാബുലറി ഇല്ല, പിന്നെ കോൺഫിഡൻസ് നമ്മൾ തന്നെ വരുത്തേണ്ട സാധനമാണ് കേട്ടോ. അത് ആരും കൊണ്ടുതരുന്നില്ല. അത് എവിടെയായാലും എങ്ങനെയായാലും നിങ്ങൾ അത് നേരിട്ട് തന്നെ സംസാരിക്കാൻ നോക്കാം, ആരോടായാലും.
ഇത് കാര്യവും ഓപ്പൺ ആയിട്ട് സംസാരിക്കാം, നേരിട്ട് സംസാരിക്കാം. അയ്യോ ഒരാളെന്ന് വിചാരിക്കും, ഞാനത് പറഞ്ഞ അയാൾക്ക് വിചാരിക്കും, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്താൽ നാട്ടുകാരെന്ന് വിചാരിക്കും എന്നൊക്കെ ചിന്തിച്ചിരുന്നാലേ അങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ കേട്ടോ. അങ്ങനത്തെ ഒരു മൈൻഡ് ഒന്നും വേണ്ട. നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യം നമുക്ക് ചെയ്യാം. ഓക്കെ, നമുക്ക് ശരിയെന്നുള്ള കാര്യം ആരോട് വേണമെങ്കിലും പറയാം. അതിന് കോൺഫിഡൻസിന്റെ കുറവൊന്നും ആവശ്യമില്ല. പറയുന്ന ടോണിൽ വ്യത്യാസം വരാതിരുന്നാൽ മതി. നമ്മളെ ദേഷ്യത്തിൽ പറയുന്ന പല പല ടോൺസ് നമ്മുടെ കയ്യിലുണ്ട്. സാമ്യമായിട്ട് പറയാം, ദേഷ്യത്തിൽ പറയാം, അഡ്വൈസ് ആയിട്ട് പറയാം. പറയുന്ന രീതിയിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഓക്കെ, അതുപോലെ ആരോടാണ് പറയുന്നത്, അവരെങ്ങനെ എടുക്കും എന്ന് നിങ്ങൾക്കറിയാം. ഏകദേശം ഒരു ക്യാരക്ടർ കാണുന്നത്. അപ്പൊ അതനുസരിച്ച് സംസാരിക്കാൻ നോക്കുക. അപ്പൊ ഇംഗ്ലീഷെ സംബന്ധിച്ചാണെങ്കിൽ സംസാരിക്കാൻ ഒരു പേടിയുണ്ടെങ്കിൽ അത് പൊട്ടത്തിട്ടാണെങ്കിൽ സംസാരിച്ച് പഠിക്കണം മാക്സിമം. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ഇംഗ്ലീഷ് നിങ്ങൾക്ക് കറക്റ്റ് ആണെന്ന് തോന്നുന്നുണ്ടോ? പക്ഷെ എന്നാലും എന്താ പറയണം, തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ പറയണം. അപ്പൊ ആരെങ്കിലും കളിയാക്കൊന്ന് വിചാരിക്കും. ആകെ 2 പിള്ളേർ, നിങ്ങൾ 2 പേരും മാത്രമേ ക്ലാസ്സിൽ പോകും. പിന്നെ ആര് നിങ്ങൾ While speaking, ma'am, we feel nervous. പിന്നെ ക്ലാസ്സില് ഇപ്പോ കുറെ പേര് ഇംഗ്ലീഷ് ക്ലാസ്സിൽ മാത്രം ഇത്രയും സ്റ്റുഡൻസ് കുറവ്. കാരണം അവർക്ക് പഠിക്കാൻ താല്പര്യമുണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ തന്നെ അവസ്ഥയാണ് അവർക്ക്. പേടിയാണ്, കോൺഫിഡൻസ് ഇല്ല. അതുകൊണ്ട് അവര് മിക്കവരും ലെഫ്റ്റ് ആയി പോകും. അങ്ങനെ ലെഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ലൈഫിൽ തന്നെ നമ്മള് ഫെയിൽ ആകുന്നു എന്നാണ് അതിനർത്ഥം. എന്ത് പ്രോബ്ലവും നമുക്ക് കോൺഫിഡൻസ് ഇല്ല എന്ന് പറഞ്ഞു. ആ കോൺഫിഡൻസ് നമ്മുടെ ലൈഫിൽ വരണമെങ്കിൽ നമ്മൾ പ്രോബ്ലംസ് ഫേസ് ചെയ്യണം. എന്നാൽ മാത്രമേ ആ കോൺഫിഡൻസ് നമുക്ക് വരുള്ളൂ. അതെന്ത് കാരണമായാലും ഇംഗ്ലീഷ് അറിയില്ല എന്ന് പറഞ്ഞാൽ പഠിക്കണമെങ്കിൽ നമ്മൾ എന്ത് ഇഷ്യൂസ് വന്നാൽ അത് ഫേസ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ഒരു ലാംഗ്വേജ് നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ഇത്രയും സ്റ്റുഡൻസ് ക്ലാസ്സിൽ പോയി, നമുക്ക് 2 പേര് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ലെഫ്റ്റ് ആയി കഴിഞ്ഞാൽ എനിക്ക് ക്ലാസ്സിൽ ഇറങ്ങി പോവാം. ഓക്കെ, പക്ഷെ നിങ്ങൾക്ക് പഠിക്കണം എന്നൊരു ആഗ്രഹത്തോടു കൂടി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയുന്നില്ലേ? വേറെ ആരെയും നോക്കണ്ട, അവനവന്റെ കാര്യം നോക്കാം. എനിക്ക് പഠിക്കണം. ഓരോ ക്ലാസ്സിൽ ഓരോ കുട്ടി ഉള്ളെങ്കിൽ പോലും ഞാൻ ക്ലാസ് മനസ്സിലാവും. പിന്നെ റെക്കോർഡ് ക്ലാസ്, ഇംഗ്ലീഷ് റെക്കോർഡ് ക്ലാസ് കാണുമ്പോൾ ബോറിംഗ് ആയിട്ട് തോന്നും. കാരണം ഇത് ഇൻട്രക്ഷൻ ആണ് മെയിൻ ആയിട്ട് വരാം. അല്ലാണ്ട് ഒരുപാട് തിയറീസ് പഠിപ്പിക്കാനോ ഒന്നും എനിക്ക് ഇംഗ്ലീഷ് ഇല്ല. പഠിപ്പിക്കേണ്ടത് നിങ്ങളൊന്ന് സംസാരിക്കണം. അതില് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറയണം. നമുക്ക് എന്ത് ലാംഗ്വേജ് പറയുമ്പോഴും അത് പഠിപ്പിച്ചെടുക്കാനല്ല, അവരുടെ ക്യാരക്ടർ തന്നെ നമുക്ക് മാറ്റിയെടുക്കേണ്ടി വരും. ആ ലാംഗ്വേജ് പഠിക്കുമ്പോൾ അത് സംസാരിക്കാൻ വേണ്ടി നിങ്ങൾ മൊത്തത്തിൽ ഒന്ന് മാറിയിട്ട് വരും. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അത് കോൺഫിഡൻസോട് കൂടി ടെൻഷൻ ഇല്ലാതെ സംസാരിക്കാൻ പറ്റുള്ളൂ. അതിനുവേണ്ടി ഞാൻ പലതും പറയും. അതിനുവേണ്ടി നിങ്ങൾ ഒരുപാട് മാറണം. അതിനോട് ഞാൻ എന്നെക്കൊണ്ട് പരമാവധി ഞാൻ പറഞ്ഞ് പുഷ് ചെയ്യിപ്പിച്ച് മാറ്റണം. ഓക്കെ, ചേഞ്ച് യുവർ സെൽഫ്. ഫസ്റ്റ് നിങ്ങൾ തന്നെ മാറണം. അപ്പോ അടുത്ത ക്ലാസ്സില് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ അവരും കൂടെ ജോയിൻ ചെയ്യും. ആ രീതിയിലേക്ക് ക്ലാസ് പോകാം. എന്തുണ്ടെങ്കിലും ആ ടൈമിൽ ചോദിക്കാം കേട്ടോ. വേറെ സ്റ്റുഡൻസ് ഉണ്ടല്ലോ എന്നൊരു ഫീലിംഗ് ഒന്നും വേണ്ട. പിന്നെ ഒരു കാര്യം ഞാൻ പറയുകയാണെങ്കിൽ, നിങ്ങളെ ആരും കാണുന്നില്ല. എനിക്ക് നിങ്ങൾ അറിയോ, ഇവിടെ ഒരു പേരുണ്ട്, താഹിറ ആൻഡ് സ്നേഹ. ഈ ഒരു പേരും ഒരു പ്രൊഫൈൽ പിക്കും മാത്രമേ എനിക്ക് കാണുന്നുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ കാണാം അല്ലെ? അതുകൊണ്ട് നിങ്ങൾ എന്ത് പൊട്ടത്തെറ്റി വിളിച്ചു പറഞ്ഞാലും നിങ്ങൾ ഞാൻ തിരിച്ചറിയില്ല. അത് മാത്രമല്ല ക്ലാസ്സിലുള്ള സ്റ്റുഡൻസ് നിങ്ങൾ തിരിച്ചറിയില്ല. അതുകൊണ്ട് എപ്പോഴും ഓൺലൈൻ ക്ലാസ് സേഫ് ആണ്, ഓഫ്ലൈൻ പോലെയല്ല. ഓഫ്ലൈൻ ആണെങ്കിൽ ഒരു പറയുമ്പോൾ അവരെന്ത് വിചാരിക്കും, കളിയാക്കും എന്നൊക്കെ വിചാരിക്കും. പക്ഷെ ഓൺലൈൻ അങ്ങനത്തെ ഒരു പേടി വേണ്ട. അതുകൊണ്ട് ഇംഗ്ലീഷ് പഠിക്കാൻ ഏറ്റവും സുഖം ഓൺലൈൻ ആണെന്ന് പറയാം. പറയാനൊരു സംസാരിക്കാൻ മടിയുള്ള ആൾക്കാർക്ക് ഓൺലൈൻ കോഴ്സ് ആണ് ഏറ്റവും സേഫ് പ്ലാറ്റ്ഫോം. എന്ത് വേണമെങ്കിലും പറയാതെ ആരും കാണുന്നില്ലല്ലോ. അപ്പൊ ആ ഒരു നാണക്കേടൊന്നും മനസ്സിലായോ? ഇനിയിപ്പോ കുറച്ച് കഴിയുമ്പോൾ ടോപ്പിക് പ്രസന്റേഷൻ ചെയ്യും. അപ്പൊ ഒരു ടോപ്പിക് പറയുമ്പോൾ നിങ്ങളത് ഗൂഗിൾ ചെയ്യുക എന്നുള്ള രീതിയിൽ. പക്ഷെ ഗൂഗിൾ ചെയ്യുമ്പോൾ അത് കോപ്പി അടിച്ച് പറയാനല്ല ഞാൻ പറയുന്നത്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം വേർഡ്സ് വെച്ചിട്ട് വേണമെങ്കിൽ എഴുതാം. എന്നിട്ട് വീട്ടിൽ വെച്ച് പ്രാക്ടീസ് ചെയ്ത് വായിക്കുക. അത് വായിക്കാൻ നിങ്ങൾ കണ്ണാടി നോക്കി നിങ്ങൾ പ്രസന്റ് ചെയ്യുന്ന പോലെ കണ്ണാടിയിൽ പോയി പ്രസന്റ് ചെയ്യാം. ഞാൻ ക്ലാസ്സിലാണ് എന്ന് വിചാരിച്ചിട്ട് കണ്ണാടിയിൽ നോക്കി പ്രസന്റ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് വേറെ സബ്ജക്റ്റ് മോട്ടിവേഷൻ ഉണ്ട്. ഓരോ വേർഡ്സിന്റെയും പറയുന്ന
ആ ഒരു പ്രൊണൗൺസിയേഷൻ അതെല്ലാം കുറച്ചുകൂടെ കറക്റ്റ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ടൈം പ്രാക്ടീസ് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല, സെക്കൻഡ് ടൈം തേർഡ് ടൈം എത്രയോ ടൈം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതോറും ഫസ്റ്റ് ടൈം ചെയ്യുന്നേക്കാളും ഏറ്റവും കൂടുതൽ ഇംപ്രൂവ്മെന്റ് വരും. മനസ്സിലായോ? അപ്പൊ പ്രാക്ടീസ് ചെയ്യാം. ഏതൊരു വേർഡ് ആണെങ്കിൽ പോലും നമ്മൾ സംസാരിക്കുന്നത് കറക്റ്റ് പ്രൊണൗൺസിയേഷൻ ആണോ എന്ന് ചെക്ക് ചെയ്ത ശേഷം മാത്രം പ്രൊണൗൺസ് ചെയ്യാം. അതുപോലെ സെന്റൻസ് ആണെങ്കിൽ സംസാരിക്കുമ്പോൾ നമ്മൾ വെസ്റ്റേൺകാര് സംസാരിക്കുന്ന ആ ഒരു ഇമിറ്റേറ്റ് ചെയ്ത് സംസാരിക്കുന്ന പോലെ സംസാരിക്കണം. അല്ലാതെ നമ്മൾ മലയാളം കൂടെ കൂട്ടി കലർത്തി മംഗ്ലീഷാക്കി പറയരുത്. നമ്മള് ക്ലാസ്സിൽ ഇപ്പൊ ഈ ക്ലാസ്സിൽ തന്നെ ഇംഗ്ലീഷ് മലയാളത്തെ പോലെ പറയുന്നവരുണ്ട്, ഇനിയിപ്പോ നന്നായിട്ട് വെസ്റ്റേൺകാരെ പോലെ പറയുന്നവരുണ്ട്. ആ വെസ്റ്റേൺകാരെ പോലെ പറയുന്ന ഒരു സ്റ്റുഡന്റ് അങ്ങനെ ആ രീതിയിൽ ക്ലാസ്സിൽ ഒരു ടോപ്പിക് പ്രസന്റ് ചെയ്യുന്നു. നിങ്ങൾ അത് കേട്ടിരിക്കോ, അല്ലെങ്കിൽ നിങ്ങൾ അവരെ കളിയാക്കാൻ ശ്രമിക്കോ, അല്ലെങ്കിൽ ഇതിനെ അത്ഭുതപ്പെട്ടിരിക്കോ? എന്തായാലും നിങ്ങളുടെ ഒരു ആ ടൈമിലുള്ള ഫീലിങ്സ് എന്തായിരിക്കും? നമ്മളത് കേട്ടിരിക്കും. നിങ്ങളുടെ മനസ്സിൽ വേറെ എന്തെങ്കിലും വരും? ഈ അവന് ഇങ്ങനെ പറയുന്നേ തോന്നോ? തോന്നോ? അല്ലെങ്കിൽ അവൻ എന്താണ് ഇങ്ങനെ പറയുന്നത്, അവനെന്ത് പറയുന്നത് തെറ്റാണല്ലോ, ഈ എന്താണ് ഇങ്ങനെയൊക്കെ, അല്ലെങ്കിൽ അപ്പൊ സൂപ്പറായിട്ട് അവൻ അടിപൊളിയായിട്ട് പറയുന്നുണ്ടല്ലോ, അങ്ങനെയായിരിക്കും. എന്താണ് നിങ്ങളുടെ മനസ്സിൽ അന്നേരത്ത് വരാം? ഒരു വെസ്റ്റേൺ സ്റ്റൈലില് ഒരു ടോപ്പിക് പ്രസന്റേഷൻ നിങ്ങളുടെ ക്ലാസ്സിൽ ഏതെങ്കിലും സ്റ്റുഡന്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കും ഫീൽ ചെയ്യാം? അത്രയും നന്നായിട്ട് പ്രസന്റ് ചെയ്യുന്നുണ്ടല്ലോ എന്ന് നമുക്ക്. അങ്ങനെയല്ലേ വിചാരിക്കോളൂ, വേറെ ഒന്നും ചിന്തിക്കില്ലല്ലോ അല്ലെ? അപ്പൊ നിങ്ങൾ ചെയ്യുമ്പോഴും ബാക്കിയുള്ളവരെ അങ്ങനെ വിചാരിക്കുള്ളൂ. മനസ്സിലായോ? അത്രയേ ഉള്ളൂ. അങ്ങനെ ചിന്തിക്കൂ. അല്ലാതെ എന്നെ കളിയാക്കോ, ഞാൻ പറഞ്ഞാൽ ശരിയാവോ എന്നൊക്കെ ചിന്തിച്ചാൽ അങ്ങനെ ഇരിക്കുകയുള്ളൂ. മറ്റുള്ളവരെ കാര്യം നോക്കണ്ട. ഒരുപാട് കളിയാക്കലുകളെല്ലാം കേട്ട് മാത്രമേ നമുക്ക് ഒരു ലാംഗ്വേജ് പഠിക്കാൻ പറ്റൂ. ഇപ്പൊ എനിക്ക് ഇംഗ്ലീഷ് ഭയങ്കര പേടിയായിരുന്നു. എനിക്ക് ഏറ്റവും പേടിയുള്ള ഒരു സബ്ജക്ട് ഇംഗ്ലീഷ് ആയിരുന്നു. മാം ഞാൻ ആക്ച്വലി ഞാൻ പഠിച്ചത് ഇംഗ്ലീഷ് മീഡിയം ആയിരുന്നു. പിന്നെ ഞാൻ പഠിച്ചത് BSc നേഴ്സിംഗ് ആയിരുന്നു. അപ്പൊ ആ സമയത്ത് നമുക്ക് ഇംഗ്ലീഷ് എല്ലാവർക്കും അപ്പം ഇംഗ്ലീഷ് മാത്രമേ നമുക്ക് സംസാരിക്കാനായിട്ട് പറ്റത്തുള്ളായിരുന്നു. പക്ഷെ എനിക്കിത് കുറെ ഗ്യാപ്പായി. ഇപ്പൊ അങ്ങനെ ഇംഗ്ലീഷ് പറയേണ്ട ഒരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് ഇപ്പൊ എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായി. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ എന്നെ കൊണ്ട് പറ്റുമോ അല്ലെങ്കിൽ തെറ്റുമോ എന്നുള്ള ഒരു ഫീലിംഗ് ഇങ്ങനെ വരുന്നുണ്ട്. അതിപ്പോ എന്തോ അറിയാലോ, നമ്മൾ എന്തൊരു കാര്യം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിന് പിന്നെ ഒരു ഗ്യാപ്പ് വന്നാല് നമുക്കത് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇനിയിപ്പോ നമുക്ക് എന്തെങ്കിലും പറ്റി നമ്മൾ റെസ്റ്റ് എടുക്കാന്ന് വിചാരിച്ചോ, നമ്മൾ കുക്കിങ്ങിൽ ഒരുപാട് ഗ്യാപ്പ് എടുത്തു, പിന്നെ നമുക്ക് കുക്ക് ചെയ്യുമ്പോൾ കറക്റ്റ് ഒരു ടേസ്റ്റ് വരുമോ? ഇല്ല. ആ പ്രാക്ടീസ് പോയി. പിന്നെ വരണമെങ്കിൽ പിന്നെയും നമ്മൾ എടുത്ത് പ്രാക്ടീസ് ചെയ്ത് വരണം അല്ലെ? അതെന്ത് കാര്യം അങ്ങനെ തന്നെയാണ്. ആ ഒരു ടച്ച് പോയി കഴിഞ്ഞാൽ അങ്ങനെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ അത് കണ്ടിന്യൂ ചെയ്യാം. പ്രാക്ടീസ് മാക്സിമം കണ്ടിന്യൂ ചെയ്യാം. ഒറ്റക്ക് വർത്താനം പറയാം. മനസ്സിലായോ? ആരുടെ സഹായം വേണ്ട, ഒറ്റയ്ക്ക് വർത്താനം പറയാം, സൗണ്ടിൽ പറയണം. കേൾക്കുന്നുണ്ടോ? താഴ്ത്തടാ. യെസ് മാം, കേൾക്കുന്നുണ്ട്. അപ്പൊ ക്ലാസ്സിൽ എപ്പോഴും ആക്റ്റീവ് ആയിട്ടിരിക്കുക. നിങ്ങൾ രണ്ടുപേരും പോലും ഞാൻ ക്ലാസ് എടുക്കും. ആ രണ്ടുപേരെങ്കിലും ഇതിൽ സംസാരിക്കുമല്ലോ, അത് മതി. എല്ലാവരും പേടിച്ചു പോകുന്നവരാണ്. പേടിച്ചു പോകുന്നവരാണ്. അതൊക്കെ ഞാനൊന്നും പറയുന്നില്ല. അവർക്ക് സംസാരിക്കണം ആഗ്രഹമുണ്ട്, പക്ഷെ അവർക്ക് ഹാർഡ് വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ക്ലാസ് ആദ്യം ചോദിക്കുക. തിയറി മാത്രം പഠിച്ചുകൊണ്ട് ഒന്ന് നടക്കി. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് വൈൻഡപ്പ് ചെയ്യാം എന്നാല്. Thank you, ma'am. Yeah, thank you all. See you on the next class. Okay, bye. Thank you, ma'am.